ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിലും വിപുലമായ രീതിയിലാണ് പുതുവത്സര ആഘോഷ ചടങ്ങുകൾ ഒരുക്കിയിട്ടുള്ളത്. ഷാർജ ഒഴികെ മുഴുവൻ എമിറേറ്റുകളിലും വലുതും ചെറുതുമായ നിരവധി പരിപാടികളാണ് നടക്കുന്നത്. UAE-യിലെ പൊതു സ്വകാര്യ മേഖലകൾക്ക് തിങ്കളാഴ്ച വരെ അവധിയുള്ളതിനാൽ ആവേശത്തിലാണ് പ്രവാസികളടക്കമുള്ളവർ. ദുബായ് മുതൽ റാസൽ ഖൈമ വരെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. വെടിക്കെട്ടുകളും ഡ്രോൺ ഷോകളുമാണ് പ്രധാന കേന്ദ്രങ്ങളിൽ അരങ്ങേറുന്നത്. വൈകിട്ടോടെ ദുബായ് ബുർജ് ഖലീഫ പരിസരം സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു. ദുബായിൽ ബുർജ് ഖലീഫയ്ക്ക് പുറമെ പാം ജുമേറ, ബുർജ് അൽ അറബ്, ഹത്ത, അൽസീഫ്, ബ്ലൂ വാട്ടേഴ്സ്, ദ ബീച്ച്, ഗ്ലോബൽ വില്ലേജ് എന്നിവിടങ്ങളിലാണ് കരിമരുന്ന് പ്രയോഗവും ഡ്രോൺ ഷോകളും നടക്കുന്നത്. ഗ്ലോബൽ വില്ലേജിൽ 7 തവണകളിലായി പുതുവത്സര ദിനാഘോഷം നടക്കുന്നുണ്ട്. ചൈനയിൽ പുതുവർഷം പിറക്കുന്ന സമയം കണക്കാക്കി ആദ്യ ആഘോഷം ആരംഭിച്ചു. ഓരോ രാജ്യത്തെയും പുതുവത്സര പിറവിയുടെ കൗണ്ട് ഡൌണും കരിമരുന്ന് പ്രയോഗവും അരങ്ങേറുന്നുണ്ട്. സംഗീത നിശ, ബീച്ച് പാർട്ടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയും വിവിധയിടങ്ങളിൽ നടക്കുന്നു. അബുദാബിയിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള കരിമരുന്ന് പ്രദർശനമാണ് നടക്കുന്നത്. അബുദാബിയിലെ അൽവദ്ബ ഷോ ഗ്രൌണ്ടിൽ നടക്കുന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന്റെ ഉന്നത സംഘാടക സമിതിയാണ് പുതുവത്സരം ആഘോഷിക്കുന്നതിനായി മെഗാ ഇവന്റുകളും ഷോകളും ഒരുക്കിയത്. ലേസർ ഷോ, എമിറേറ്റ്സ് ഫൗണ്ടെയിൻ, ഗ്ലോവിംഗ് ടവേഴ്സ് ഗാർഡൻ എന്നിവ ഫെസ്റ്റിവലിന്റെ വിവിധ പവലിയനുകളിൽ അരങ്ങേറും. പുതുവർഷ രാവിൽ 1 ലക്ഷം കളർ ബലൂണുകൾ ആകാശത്തേക്ക് പറത്തുന്ന ദൃശ്യവിരുന്നിനും കാണികൾ സാക്ഷ്യം വഹിക്കും. DJ, ലൈവ് മ്യൂസിക് ഷോ എന്നിവയും ആഘോഷത്തിന് മാറ്റുകൂട്ടാനുണ്ട്. ഗിന്നസ് നേട്ട ലക്ഷ്യവുമായി റാസൽ ഖൈമയിൽ കരിമരുന്ന് വിരുന്നൊരുക്കിയിട്ടുണ്ട്. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന അൽമർജാൻ ഐലൻഡിലെ ആഘോഷരാവിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ജനം, ദുബായ്.